ഞങ്ങൾ ആദ്യമേ പറയുന്ന കാര്യങ്ങളാണ്. ഇത് തുടങ്ങിയത് ആരായിരുന്നു? ഓർമ്മയുണ്ടാവും, ശ്രീമതി ആനി രാജയുടെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അത് ഇപ്പോഴല്ല, നാളുകൾക്ക് മുമ്പാണ് കേരള പോലീസിൽ RSS വൽക്കരണം നടക്കുന്നുണ്ട്. അന്നെല്ലാവരും അവരെ ആക്ഷേപിച്ചു. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ DGPയുടെ പ്രധാന ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ നോക്കിയാൽ RSS നേതാക്കളെ കാണാനാണ് മുഖ്യ ജോലി. അതും രഹസ്യമായിട്ട് സ്വകാര്യ കാറിൽ പോയി കാണുക. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ജോലി. ആരാണ്? ലോ ആൻഡ് ഓർഡർ DGP. എന്നിട്ട് ഇപ്പോഴും ലാഘവത്തോടെ മുഖ്യമന്ത്രി ഇരിക്കുകയാണ്, വളരെ ലാഘവത്തോടെ ലൈറ്റായിട്ടിരിക്കുകയാണ്. റിപ്പോർട്ട് വരട്ടെ. ആരാ റിപ്പോർട്ട്? DGP. ADGPക്കെതിരെ അന്വേഷിക്കുന്ന ആരാ? DGPയെ നിയന്ത്രിക്കുന്ന ആരാണ്? ഒരു സത്യത്തിലൊരു ജുഡീഷ്യൽ ബോഡിയല്ല കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു കുറ്റവും ചെയ്യാനില്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ബോഡി അന്വേഷിക്കട്ടെ. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ അതിപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റിയെ നേരിടുന്ന പ്രശ്നം അവർ തീരുമാനിക്കട്ടെ. അവരാവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരാവശ്യപ്പെടാൻ പാടില്ല പരസ്യമായിട്ട്. അവരെല്ലാ ദിവസവും ആരാ ആവശ്യപ്പെടുന്നത്? ഏറ്റവും ഉന്നതനായ നേതാവ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ അത് അവരാലോചിക്കണം അവരുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്. ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട്. KC തൃശ്ശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയം ആദ്യം പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് അതിൻ്റെ പിന്നിലുണ്ടായതെന്ന് ആദ്യമേ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും അതിന് ശേഷവും ഉന്നയിച്ചതാണ്. അത് മുഖ്യമന്ത്രി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് 3 തല അന്വേഷണം. ഒറ്റ അന്വേഷണം കൊണ്ട് തീരുന്നില്ലേ ഉള്ളൂ. ഇത് 3 തല അന്വേഷണം. ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നു. ഈ PV അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണ്. അത് നിലമ്പൂരിലും അപ്പോൾ മലപ്പുറത്തും UDF ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും? UDF ഒരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ UDF ഉന്നയിക്കുന്ന വിഷയങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ UDF പ്രതിസന്ധി ഉണ്ടാക്കുന്നത്? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ UDF ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. എത്രയോ നാളായിട്ട് പുതിയ വിഷയങ്ങളത്. ആ വിഷയങ്ങൾ ഒരു ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന MLA ശക്തമായി പുറത്തു പറയാൻ ധൈര്യം കാണിച്ചു എന്ന് പറയുന്നത് അതിനെ നമ്മൾ കാണണം. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. സപ്പോർട്ട് അൻവറിനുണ്ടാകുമോ? അല്ല, വിഷയങ്ങളോട് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ആര് സൂചിപ്പിച്ചാലും, പ്രത്യേകിച്ച് ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഉന്നയിച്ചാൽ ആ വിഷയങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തന്നെയാണത്. ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾക്ക് പിന്തുണ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാ തീരുമാനിക്കണം. ഞാനതല്ലേ പറഞ്ഞത്. ഏറ്റവും വലിയ സങ്കടകരവും പെയിനുണ്ടാക്കുന്ന കാര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളമിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം, എല്ലാവരും തമ്മിലുള്ള സ്നേഹം ശക്തിപ്പെടുത്തുക എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ പോകുന്ന ഒരു കാലത്ത്, അതിനുവേണ്ടി നിൽക്കുന്ന കാലത്ത് എരുതിയിൽ എണ്ണയൊഴിച്ച് സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ആരാ മുൻകൈ എടുത്തത്? ഇപ്പം മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നിട്ട് ഇപ്പം ഇൻ്റർവ്യൂ പുറത്ത് വന്ന് 1.5 ദിവസം കഴിഞ്ഞ് രാജ്യത്താകമാനം പ്രയാസമുണ്ടായപ്പോൾ ഇത് PR ഏജൻസി കുറ്റപ്പെടുന്നു. ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചില്ല. വിവരങ്ങളടക്കം, സ്റ്റാറ്റസ് അടക്കമുണ്ട്, ഡാറ്റ അടക്കമുണ്ട്. എവിടെ നിന്ന് കിട്ടി? സമഗ്രമായൊരു അന്വേഷണം വേണ്ടതല്ലേ ഇതിനെക്കുറിച്ചിട്ട്? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം വേണ്ടതല്ല. കാരണം മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച വരും നിയമസഭകളിലൊക്കെ മുഖ്യമന്ത്രിക്ക് ഇത് മറുപടി പറയേണ്ടി വരും നിയമസഭാ സമ്മേളന കാലത്ത്. കാരണം ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇതിനെ അങ്ങനെ നമുക്ക് ലാഘവത്തോടെ തള്ളിക്കളയാൻ കഴിയില്ല. ഇതിന് സമാധാനം പറഞ്ഞേ മതിയാവും. ഇതിനകത്ത് നമ്മൾ കൃത്രിമമായി ചിരി ഉണ്ടാക്കിയിട്ട് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് മുഖ്യമന്ത്രിക്ക്. വിചാരിക്കേണ്ട. ഇതിനകത്ത് കൃത്യമായിട്ടും മറുപടി കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ആ മറുപടി കിട്ടിയേ മതിയാകൂ. തീർച്ചയായിട്ടും കോൺഗ്രസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഇന്നു മുതൽ. അവിടുത്തെ പാർട്ടി ശക്തമായിട്ടുള്ള നിലപാടുള്ളതായി മുന്നോട്ട് പോകും. അതിനകത്ത് എല്ലാ ഓപ്ഷൻസും കോൺഗ്രസ് മുന്നോട്ട് എടുക്കും. അതിനകത്ത് ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് നടന്നതാണ് ഈ ഇൻ്റർവ്യൂ എന്നുള്ളത് വ്യക്തമാണ്. ആ കോൺസ്പിറസി, കാരണം ഞാൻ പറഞ്ഞില്ലേ, വിഷയം മാറ്റിവിടുന്നതിന് വേണ്ടിയിട്ടും വേറെ രീതിയിൽ കേരളത്തെ കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ട് ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുണ്ടാക്കിയ പ്രത്യാഘാതം അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായോ എനിക്കറിയില്ല. അദ്ദേഹത്തെ ആരെങ്കിലും ഓർപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് കളിച്ച ഉരുണ്ടുകളി മാത്രമാണിത്. പക്ഷെ അതുകൊണ്ട് ആ ഉരുണ്ട് കളിച്ച് നിഷേധിച്ചതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഡാമേജ് ഇല്ലാതാവുന്നില്ല, അദ്ദേഹത്തിന് ശ്രമങ്ങളില്ലാതാവുന്നില്ല. അതിന് സമാധാനം പറഞ്ഞേ മതിയാവും. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാവില്ലേ? ഒരു പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷിക്കട്ടെ. അതെൻ്റെ കൈപ്പ് എല്ലാത്തിനും അന്വേഷണം ഏർപ്പെടുന്നവർ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഗൂഢാലോചനക്കാരാണ് പുറത്ത് പറയട്ടെ. സർക്കാരിൻ്റെ കയ്യിൽ എല്ലാ സംവിധാനവും ഇല്ലേ? എനിക്ക് തമാശ തോന്നിയത്, നിങ്ങളെല്ലാം കേരള ഹൗസിലെ മാധ്യമ പ്രവർത്തകരാണ്. ഇപ്പം ഞാൻ അകത്ത് കയറണമെങ്കിൽ പോലും അവർ ചോദിക്കും വാതിക്കൽ നിന്ന് ആരാണ് എന്താണെന്ന്. ഇല്ലേ? കത്തല്ലേ?
അങ്ങനെയല്ല ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറി പത്രസമ്മേളന മുറിയിൽ കയറി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് എനിക്ക് വളരെ ദയനീയമായിട്ട് തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം മുറികളിലേക്ക് ആർക്കും കയറി വരാവുന്നൊരവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരോടാണ് അദ്ദേഹം പറയുന്നത്? ഇത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള നിശ്ചയമാണല്ലോ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് എന്താ ഞാൻ കൃത്യമായി രാവിലെ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ ആ ഇൻ്റർവ്യൂ വായിച്ചിട്ട് ഒന്നും തോന്നാത്ത ആൾ പിറ്റേന്ന് ഉച്ചവരെ ഇത് കാത്തിരിക്കണമെങ്കിൽ ആ കൊടുത്ത ആൾക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നൊരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ അല്ലാത്ത ഇൻ്റർവ്യൂ അല്ലാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് രാവിലെ അദ്ദേഹം നിഷേധിച്ചില്ല? മാത്രം ഇത്രയും ഗൗരവമായ കാര്യത്തിൽ അദ്ദേഹം പ്രശ്നോട്ടിറക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇതിനകത്ത് കള്ളക്കളി കൃത്യമായിട്ടുണ്ടായിട്ടുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ആ കള്ളക്കളി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദ്രോഹകരമായിട്ടുള്ള കള്ളക്കളിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഈ കാര്യങ്ങളുണ്ടാകുന്നത് അതിനകത്ത് വളരെ ഗൗരവതരമായ നിയമപ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതായിട്ട് വരും. അതിപ്പോൾ എന്തായാലും ഹരിയാനയിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിൽ അവസാനിച്ചു. ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ 1-ാം തീയതി കഴിഞ്ഞു. രണ്ടിടത്തും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ജമ്മു കാശ്മീരിൽ മുന്നണിയായിട്ടും ഹരിയാനയിൽ കോൺഗ്രസ് തനിച്ചും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. ആ ശക്തമായ രീതിയിൽ 4 ദിവസക്കാലമാണ് രാഹുൽ ഗാന്ധി അവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രചരണം നടത്തി. അദ്ദേഹത്തിൻ്റെ ആ പ്രചരണത്തിന് കിട്ടിയ സ്വീകാര്യതയും ആ പങ്കാളിത്തവും ജനപങ്കാളിത്തവും ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ടും ആ ഇലക്ഷൻ പോകുന്നതിൻ്റെ സൂചന തരുന്നതാണ്. ഹരിയാനയിൽ BJPക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട്. കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള പാർലമെൻറ്റ് ഇലക്ഷൻ ഞങ്ങൾ കൊണ്ടുവന്ന നെറേറ്റീവ് അവിടെ ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഒരു ആവർത്തനമായിരിക്കും ഹരിയാന ഇലക്ഷൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ PV അൻവർ UDFിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ കോൺഗ്രസിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കും? സ്വപ്നം കണ്ടിട്ട് ഞാൻ തീരുമാനിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് മറുപടി പറയാനില്ല. ഇപ്പോൾ ഒന്നുമില്ല. അല്ല, അതിൻ്റെ സീതാറാം യെച്ചൂരിയുടെ നിലപാടിനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണ്. അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹത്തെ വിവാദത്തിൽ കൊണ്ടുവരാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം സത്യത്തിൽ ഇന്ത്യ മുന്നണിക്കും ദേശീയ രാഷ്ട്രീയത്തിലും ഒക്കെ വിലപ്പെട്ട സംഭാവന പ്രഗത്ഭനായ നേതാവാണ്. നമ്മളെല്ലാം ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മരിച്ചതിന് ശേഷം വിവാദത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാർട്ടി അന്ന് തന്നെ ഇത്തരമൊരു വിവാദം കൊണ്ടുവരണം, അല്ലെങ്കിൽ ആരെങ്കിലും ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കുമോ ഇത്തരമൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ? അപ്പോൾ ഇതിനകത്ത് കൂടിയ ഒരു വലിയ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അവർ മറുപടി പറയേണ്ടതായിട്ടുണ്ടാകും, സംശയമില്ല.